കഠിനാധ്വാനം ചെയ്താൽ പണക്കാരനാകാം എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശാരീരികമായി കഷ്ടപ്പെടുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത്? എന്നാൽ വെറും 5% വരുന്ന ആളുകൾ മാത്രം എങ്ങനെയാണ് ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ തങ്ങളിലേക്ക് ആകർഷിക്കുന്നത്? പണമെന്നത് നിങ്ങൾ പുറത്തുപോയി യുദ്ധം ചെയ്ത് പിടിച്ചടക്കേണ്ട ഒന്നല്ല. അതൊരു എനർജിയാണ്, എനർജി. ആ എനർജിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ആകർഷിക്കാം? മാനിഫെസ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങൾ ആ പഴയ വട്ടത്തിനകത്ത് തന്നെയായിരിക്കും. കഠിനാധ്വാനത്തിന് പണക്കാരനാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ കൂലിപ്പണിക്കാർ ആകുമായിരുന്നു. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം? നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മില്യണയർ മൈൻഡ്സെറ്റിനെ കുറിച്ചും. മില്യണയർ മൈൻഡ്സെറ്റ്, പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വഴികളെക്കുറിച്ചുമാണ്. പണം വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് നമ്മളെ പലരും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സമൃദ്ധി, അബണ്ടൻസ് എന്നത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ആ നിയമം എങ്ങനെയാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നതിലല്ല കാര്യം. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഫ്രീക്വൻസി എന്താണ് എന്നതാണ് പ്രധാനം. പണമില്ല, ദാരിദ്ര്യമാണ് എന്ന ചിന്തയോടെ നിങ്ങൾ 20 മണിക്കൂർ ജോലി ചെയ്താലും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് ആ ദാരിദ്ര്യം തന്നെയായിരിക്കും. പണം നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ മാറണം. അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. സ്കാർസിറ്റി വേഴ്സസ് അബണ്ടൻസ്. എന്തുകൊണ്ടാണ് കഠിനാധ്വാനം ഫലം കാണാത്തത്? കാരണം ഭൂരിഭാഗം പേരും ജോലി ചെയ്യുന്നത് ഇല്ലായ്മയിൽ, സ്കാർസിറ്റി നിന്നാണ്. ബില്ലുകൾ അടയ്ക്കണം, കടം തീർക്കണം, പണമില്ല എന്ന പേടിയോടെ പണിയെടുക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് നെഗറ്റീവ് സിഗ്നലുകളാണ്. രഹസ്യം: പണക്കാർ പണം മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് ഇതിനകം തങ്ങളുടെ പക്കലുണ്ടെന്ന വിശ്വാസത്തിൽ നിന്നാണ്. പണമെന്നത് ഒരു നദി പോലെ ഒഴുകുന്ന ഒന്നാണെന്ന് അവർക്കറിയാം. നിങ്ങൾ ഒരു തുള്ളി വെള്ളത്തിനായി കഷ്ടപ്പെടുമ്പോൾ അവർ കടലിനെയാണ് നോക്കുന്നത്. ഈ കാഴ്ചപ്പാട് മാറാതെ എത്ര വിയർപ്പൊഴുക്കിയാലും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മാറില്ല. മണി വൈബ്രേഷൻ ഉയർത്താനുള്ള വഴി. പണം നിങ്ങളെ തേടി വരണമെങ്കിൽ നിങ്ങൾ ഒരു മണി മാഗ്നറ്റ് ആകണം. അതിന് 2 കാര്യങ്ങൾ ചെയ്യാം. 1. ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ തുകയ്ക്ക് പോലും നന്ദി പറയുക. എന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നതിന് പകരം എന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. നന്ദിയുള്ള മനസ്സിലേക്ക് മാത്രമേ പ്രപഞ്ചം കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചു നൽകൂ. 2. ആക്ട് ആസ് ഇഫ്. നിങ്ങൾ ഒരു മില്യണയർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ആ ആത്മവിശ്വാസം നിങ്ങളുടെ ഇന്നത്തെ ജോലിയിൽ കൊണ്ടുവരിക. കഠിനാധ്വാനം ഒരു ഭാരമായിട്ടല്ല, മറിച്ച് പ്രപഞ്ചത്തിനുള്ള നിങ്ങളുടെ നന്ദിയായി ഓഫറിംഗ് ചെയ്യുക. വിഷ്വലൈസേഷൻ വ്യായാമം. നമുക്കൊരു ചെറിയ വിഷ്വലൈസേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് സങ്കല്പിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങാൻ കഴിയുന്നു. ആ സമയത്തെ നിങ്ങളുടെ സന്തോഷം ഇപ്പോൾ അനുഭവിച്ചു നോക്കൂ. ഈ ഫീലിംഗ് ആണ് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളുടെ വെറും ശാരീരിക അധ്വാനമല്ല. കഠിനാധ്വാനം ചെയ്യരുത് എന്നല്ല ഇതിനർത്ഥം. കഠിനാധ്വാനം വേണം, പക്ഷേ അത് ശരിയായ വൈബ്രേഷനിലായിരിക്കണം. പേടിയോടെയുള്ള പണിയല്ല, സന്തോഷത്തോടെയുള്ള മാനിഫെസ്റ്റേഷനാണ് നമുക്ക് വേണ്ടത്. ഇന്നു മുതൽ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിൽ പറയുക: ഞാൻ പണത്തിന് പിന്നാലെ ഓടുന്നില്ല, പണം എന്നെ തേടി വരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. സമൃദ്ധി നിങ്ങളെ തേടിയെത്തട്ടെ. നന്ദി.